11th 12th നമുക്ക് നീറ്റിനുണ്ട്. സോ 11th സിലബസ് ഞാൻ എങ്ങനെ മേക്കപ്പ് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് ഇവൻ ഐ ഹാഡ്. 11th കാര്യമായിട്ടൊരു ഫുൾ ഫോക്കസിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം പല ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു ഓരോ ചാപ്റ്ററിലെയും. ആൻഡ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ആകാശിൽ ഇറ്റ് വാസ് ട്രെമൻഡസ്. ഇവിടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, ആകാശിൻ്റെ മെറ്റീരിയൽസ്, അതൊക്കെയായിരുന്നു അന്നേരം എനിക്ക് ആ ഒരു ബാക്ക്ലോഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. സോ മാധവ്, എപ്പോഴാണ് ആകാശിൽ ജോയിൻ ചെയ്തത്? എങ്ങനെയാണ് ആകാശിനെ കുറിച്ച് അറിയുന്നത്? ഞാൻ 8th ക്ലാസ്സിലായിരുന്നപ്പോൾ 8th എൻഡിങ്ങിൽ എൻ്റെ സ്കൂളിലേക്ക് പെട്ടെന്ന് ആകാശിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് വന്നതാണ്. അവർ വന്നിട്ട് ആൻധെ ഇങ്ങനൊരു എക്സാം ഉണ്ട് എന്നറിയിച്ചു. അപ്പോൾ അത് രജിസ്ട്രേഷൻ ഫ്രീ ആയിരുന്നു സ്കൂളിൽ. അവർ വന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വന്ന് എഴുതി പോവുക. വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, അവർ പറഞ്ഞു വന്ന് എഴുതാന്ന് എല്ലാവരോടും പറഞ്ഞു. കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വെറുതെ ഒന്ന് ഒരുമിച്ച് പോകുന്ന പോലെ പോയി എഴുതി. അതിന് ഭാഗ്യം കൊണ്ട് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആൻധയിൽ ഒരു അണ്ടർ 100 റാങ്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അങ്ങനെ എനിക്ക് 100% സ്കോളർഷിപ്പ് കിട്ടി ആകാശിൽ നിന്ന്. അങ്ങനെയാണ് ഞാൻ ആകാശിൽ ജോയിൻ ചെയ്തത്. 8th എൻഡിങ്ങിലാണ് ജോയിൻ ചെയ്തത്. 9th 10th കോഴ്സ് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് എടുത്തത്. മെയിൻലി ഫൗണ്ടേഷൻ ആയിരുന്നു ഉദ്ദേശം ആകാശിൽ ജോയിൻ. വാട്ട് അബൌട്ട് യു? എൻ്റെ കേസും സിമിലറാണ്. പറഞ്ഞ പോലെ തന്നെ 8th ഞാൻ പഠിക്കുമ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഇങ്ങനെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞൊരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു. ഇതേപോലെ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ ഐ വാസ് ഓൾസോ വൺ എമംഗ് ദം. സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ ഒരു ഫ്രീ ഹിറ്റിന് വേണ്ടി പോയി എഴുതിയതാണ്. എഗെയിൻ ഫോർ ലക്ക് കുറച്ച് നല്ല റാങ്ക് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി. സോ കോള് വന്നു ആകാശിൽ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇനീഷ്യലി ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടാണ് ഞാനും വന്നതിന് ശേഷം അവിടെ അങ്ങനെ വന്നൊരു കുട്ടി അവിടെ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന അതായിരുന്നു അവിടെ ആ ടീച്ചേഴ്സിൻ്റെ കഴിവ്. എനിക്ക് ബയോളജി ആദ്യം 9th 10th കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു ടോപ്പിക്കിൽ എനിക്ക് എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു എനിക്കൊരു ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് വേണം. അങ്ങനെ മിസ് അഗ്രി ചെയ്തു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് ഒരു ക്ലാസ് വെച്ചു. ഞാൻ ഓക്കെ, എല്ലാം ഫൈൻ. പക്ഷേ അടുത്ത ദിവസം ഞാൻ മറന്നുപോയി. ഞാൻ രാവിലെ ഒരു 6:45 7 മണി ആകുമ്പോഴാണ് എണീക്കുന്നത്. എണീറ്റ് നോക്കുമ്പോൾ മിസ്സിൻ്റെ ഇത്രയും മിസ് കോൾ. ഞാൻ വിളിച്ച് നോക്കപ്പോഴാണ് അറിയുന്നത് മിസ് 6 മണി മുതലേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബട്ട് ലൈക്ക് സർപ്രൈസിങ് വാസ്, ആള് ഒന്ന് പറഞ്ഞു ഓക്കെ, ആൾക്കൊരു ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ നമ്മളോട് ഒരു ദേഷ്യവും കാണിച്ചില്ല. ഞാൻ 6:45 ജോയിൻ ചെയ്തപ്പോൾ അന്നേരം മുതൽ ക്ലാസ് നോർമൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിച്ച്. എനിക്ക് മേജർ തിങ് വാസ് എനിക്ക് ആ ടോപ്പിക്ക് മനസ്സിലായോ, അതായിരുന്നു ദാറ്റ് വാസ് ഹെർ മേജർ കൺസേൺ. ആണ് ഒരു ടീച്ചേഴ്സ് സപ്പോർട്ട്. ദേ അണ്ടർസ്റ്റുഡ് മൈ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് വൺ പെർട്ടിക്കുലർ സബ്ജക്ട്. മാത്സ് എന്നുള്ളൊരു സബ്ജക്റ്റിനോടുള്ള എൻ്റെ ഇഷ്ടം അവർക്ക് മനസ്സിലായി. അവരാണ് അതിനെ നേർച്ചർ ചെയ്തത്. അപ്പം എനിക്കത് ഇഷ്ടം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നല്ല. അപ്പോൾ ഇങ്ങനെ എന്നോട് IOQ എന്നൊരു എക്സാം ഉണ്ട്, PRMO ഒരു ഒളിമ്പിയാഡ് എക്സാം ഉണ്ട്, അത് എഴുതി നോക്കൂ നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് അതിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സൊക്കെ തന്നു. സോ ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി. അവരാണ് എന്നെ അത് കഴിഞ്ഞ് 11th 12th ആകാശിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് എൻജിനീയറിങ്ങിനും ആകാശ് തന്നെ മതി എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ ഉള്ള ഫാക്ടർ ആ ഫൗണ്ടേഷനായിരുന്നു. ഡെഫിനറ്റ്ലി സോ സ്വീറ്റ്. ഇപ്പോൾ മാധവ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഇവൻ ഐ റിമെമ്പർ. നീറ്റ് എക്സാമിന് ഒരു 2 വീക്സ് മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ബയോളജി മാം, ദിവ്യ എന്നാണ് മാമിൻ്റെ പേര്. അപ്പോൾ മാം ഇതേപോലെ ഒരു 2 വീക്സ് മുമ്പ് സ്റ്റെപ്പിലൊന്ന് തടുക്കി വീണു ആൻഡ് കാലിന് ഫ്രാക്ചറായി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അടുത്ത ദിവസം തൊട്ട് മാം വരുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ 6 വീക്സ് വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു മാമിനെ കാണാതെ. ബട്ട് ഒരു വീക്ക് മാം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ട് വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് മാം വരാൻ തുടങ്ങി. സോ അത് തന്നെയാണ് റിയൽ മോട്ടിവേഷൻ. കാരണം അവർക്കത് പറ്റുമെങ്കിൽ ഈ ഒരു വയ്യാത്ത അവസ്ഥയിലും 6 വീക്സ് റെസ്റ്റ് പറഞ്ഞ് 1 വീക്ക് റെസ്റ്റ് എടുത്തിട്ടാണ് മാം വന്നത്. സോ അവർക്കത് പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? സോ അത് ഇറ്റ് ഈസ് റിയൽ മോട്ടിവേഷൻ. സോ ഇറ്റ് ഈസ് കറക്റ്റ്. ആകാശ് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് സ്കൂളും നമ്മുടെ കോച്ചിങ്ങും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളത്. സോ ഹൗ വാസ് ഇറ്റ് ഫോർ യു? അതെ, ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ മേജർ കൺസേൺ അതായിരുന്നു. ലൈക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് അന്നേരം ഒരു സൺഡേ ബാച്ച് പോലെയാണ് ജോയിൻ ചെയ്തത്. ആകെ കിട്ടുന്ന ഒരു ഫ്രീ ടൈം എന്തിനു കളയണം എന്നുള്ളതായിരുന്നു കൺസേൺ. പക്ഷേ ഫൗണ്ടേഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഞാൻ ആ ഒരു വീക്കെൻഡ് കളയുകയല്ല. ഇറ്റ് വാസ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് സ്കൂൾ. അവിടെ ഒരു ഫണ്ണായിരുന്നു. അവിടെ വരുന്നു, നമ്മുടെ പോലത്തെ തന്നെ തിങ്കിങ് ഉള്ള സെയിം മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെല്ലാവരും കൂടെ വരുന്നു, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അതൊരു ട്യൂഷൻ പോലെ അല്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റിൽ വരികയാണ്, നമ്മളെ ഫോഴ്സ് ചെയ്ത് വരുന്നൊരു ഫീൽ കിട്ടിയില്ല.
ബട്ട് അതിനേക്കാൾ ഈ ക്വസ്റ്റ്യൻ്റെ റിലവൻസ് കൂടുന്നത് 11th and 12th എത്തുമ്പോഴാണ്. 11th and 12th എത്തുമ്പോഴാണ് നമുക്കൊന്നെങ്കിൽ JEE അല്ലെങ്കിൽ നീറ്റ് എന്നൊരു എക്സാം നമുക്ക് അതിന് വേണ്ടി അതിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ പക്ഷേ സ്കൂളും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആണ് എനിക്ക് മെയിൻലി ഇപ്പോൾ 10th നിന്ന് 11th വരുന്ന കുട്ടികളോട് പറയാനുള്ളത് അതാണ്. ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ബയോമാക്സ് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ ബേസിക്കലി ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എഞ്ചിനീയറിങ്ങിന് എടുക്കാനാണെങ്കിൽ ബയോമാക്സ് എടുക്കാണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗുഡ് ചോയ്സ്. വെറുതെ ബയോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് കൂടെ പഠിക്കുന്നത്, അപ്പോൾ അത് ഇപ്പോൾ ബയോമാക്സ് എടുത്തിരിക്കുന്നവർക്ക് അത് എഞ്ചിനീയറിംഗ് ക്രാക്ക് ചെയ്യാൻ പറ്റൂലെന്നല്ല ഞാൻ പറയുന്നത്. അത് ബട്ട് യു ഹാവ് ടു ഫേസ് ഇറ്റ്. അതൊരു ഇത്തിരി കൂടി നമ്മൾ എഫേർട്ട് ഇടണം. അതിന് പകരം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കേസിൽ ഞാനിത് രണ്ടും അല്ലായിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു എൻ്റെ അടുത്ത സബ്ജക്റ്റ്. അങ്ങനെ ഏതെങ്കിലും വേറൊരു ചെറിയ സബ്ജക്റ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ കുറച്ച് സ്കൂൾ വർക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. നമ്മുടെ സയൻസ് ആൻഡ് മാത്സ് സബ്ജക്ട്സിൽ സ്കൂളും ഇതും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മളിവിടെ പഠിക്കുന്നത് ഇപ്പോൾ ഓക്കെ വേറെ രീതിയിൽ ഒബ്ജക്റ്റീവ് രീതിയിലായിരിക്കും പഠിക്കുന്നത്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും പഠിക്കുന്ന സെയിം കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവിൽ എക്സ്പ്രസ് ചെയ്യുന്നു, അവിടെ നമ്മൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് മാത്രം. അതുകൊണ്ട് സ്കൂളിൽ മാനേജ് ചെയ്യുന്നത് സയൻസ് മാത്സ് സബ്ജക്റ്റുകളിൽ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഐ ഡിഡ്ന്റ് ഫേസ് ഇറ്റ്. പക്ഷേ ഇപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അത് നമ്മളൊരു ഇത്തിരി എഫേർട്സ് ഇടണം. ബട്ട് ആകെ ഒരു എല്ലാ ആഴ്ചയിലെയും സൺഡേയിലും ഒരു മണിക്കൂർ ഓരോ കഥയോ ഓരോ പോയോ വായിച്ചാൽ തന്നെ അത് ധാരാളമാണ്. അപ്പോൾ വലിയൊരു പ്രശ്നം വരുന്നില്ല അത് ഹാൻഡിൽ ചെയ്യാൻ. നമുക്ക് പറ്റും, നമ്മൾ വേണമെന്ന് വെച്ചാൽ പറ്റും.